ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പമാണ് കേട്ടോ. അപ്പോൾ പാലപ്പത്തിൻ്റെ റെസിപ്പി നമ്മളിതിൻ്റെ മുന്നേ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കണില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള ഒക്കെ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതും എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെയാണ്, നമ്മളും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതിക്ക് ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ വറുത്തരച്ച തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ കറി ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടിയപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തരച്ചെന്ന് പറഞ്ഞല്ലോ, തേങ്ങ വറുത്തതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. തേങ്ങ വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. അപ്പോൾ തേങ്ങ വറുത്ത് അരച്ചത് ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഇതാ നമ്മൾ കുക്കറിൽ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നല്ലോ, അതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടതിന് അത് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടതിന്. അപ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലുള്ളൂ ആ ഒരു മസാലേൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടുക. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കിയെടുത്തു. ഇനി ഇതാ പാലപ്പം ചുട്ടെടുക്കാണ് കേട്ടോ. അപ്പോൾ പാലപ്പത്തിൻ്റെ മാവ് ഞാനിപ്പോൾ രാവിലെയാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പച്ചരിയൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറും അതുപോലെ തന്നെ ഈസ്റ്റും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടാക്കണ വെള്ളപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. രാത്രിയിലൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് രാവിലെ അരച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം പൊങ്ങി നല്ല ഹോൾസൊക്കെ ചെറിയ ഹോൾസൊക്കെ വരുന്ന നല്ല വെള്ളപ്പായിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിൻ്റെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റെസിപ്പി കാണിക്കാഞ്ഞത്. നമ്മളെ വൈറൽ പാലപ്പാണ് കേട്ടോ ഇത്. ഇതാ കണ്ടില്ലേ, നല്ല ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പാലപ്പാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ ചട്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ തീയിലിട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോൾഡൻ കളറൊക്കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പാലപ്പായിട്ട് കിട്ടും. ഇനി സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്രിസ്പി ആവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം ചട്ടിയിൽ നിന്ന് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പാലപ്പൊക്കെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പാലപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ കറി അടിപൊളിയാണ് കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചതുകൊണ്ട് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഞങ്ങളെ കമൻറ്റിനൊന്നും ഇപ്പോൾ റിപ്ലൈ തരാത്തത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കൊരു ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ വീഡിയോ ഞാൻ എടുത്ത് വെച്ചതുണ്ടേന്. അപ്പോൾ എനിക്ക് ഒഴിവ് സമയം കിട്ടിയപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ കമൻറ്റിന് റിപ്ലൈ തരാൻ ഇവിടെ റേഞ്ച് കുറവാണ്. അപ്പോൾ പിന്നെ പുറത്തിറങ്ങിയാലേ റേഞ്ച് കിട്ടുള്ളൂ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് എന്തായാലും ഇൻഷാ അല്ലാ നിങ്ങൾ കമൻറ്റിനൊക്കെ റിപ്ലൈ തരും. അപ്പം ഇന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലികളുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് ട്രെയിനിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ. കക്കാടംപൊയിലാണ് കേട്ടോ ട്രെയിനിങ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ഞാൻ ഇൻഷാ അല്ലാ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ജോബ് കിട്ടുക എന്നൊക്കെ പറയുമ്പം ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ കമൻറ്റിലൊക്കെ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ജോബ് കിട്ടിയത്, അങ്ങനെ അതിനെക്കുറിച്ചിട്ടൊക്കെ എന്നോട് ചോദിക്കലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മാഡത്തിന് ഫുഡൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാര്യമായിട്ട് റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിൽ കാണിക്കാനില്ല കേട്ടോ. നമ്മൾ സാധാ ചോറും കൂട്ടാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പയർ അതേപോലെ പച്ചക്കായ ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു മിക്സ്ഡ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മത്തനും വൻപയറൊക്കെ വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിച്ചതും പപ്പടം അതൊക്കെയാണ് കേട്ടോ ചോറിന് കൂട്ടാൻ. പിന്നെ നമ്മൾ പാലപ്പം അതേപോലെ കിഴങ്ങ് കറി ഉണ്ടാക്കിയല്ലോ, അതൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കണത് ഇന്ന്. പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കണം മാഡത്തിന് അങ്ങനെ ഇന്ന ഫുഡ് വേണമെന്നൊന്നും നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡാണ് മാഡത്തിന് ഒരുപാട് ഇഷ്ടം. അപ്പോൾ അങ്ങനെ
ചിക്കന്, ബീഫ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വേണമെന്നില്ല. ഇതേപോലെയുള്ള കറികളും ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ മാഡത്തിന് ഇഷ്ടം. പിന്നെ മീൻ കഴിക്കൂല, അതുകൊണ്ടാണ് മീൻ എടുക്കാത്തത്. അങ്ങനെ ഇതാ കറികളൊക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഒക്കെ പാത്രത്തിലാക്കിയൊക്കെ വെച്ചതിന് ശേഷം ഇത് കൊണ്ടു കൊടുക്കാൻ ഓട്ടോ വരും കേട്ടോ. അപ്പോൾ ഇന്ന് മാഡത്തിന് ഡ്യൂട്ടി നിലമ്പൂരാണ്. അപ്പോൾ നിലമ്പൂർക്കാണ് കേട്ടോ ഈ ഒരു ഫുഡ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ അതേപോലെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് 3 ദിവസത്തെ ട്രെയിനിങ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വ്യാഴാഴ്ച ട്രെയിനിങ് തുടങ്ങും. വ്യാഴാഴ്ച ഉച്ചക്ക് 12:30 ആവുന്ന സമയമാകുമ്പോഴത്തേന് നമ്മൾ അവിടെ എത്തണം. പിന്നെ അതേപോലെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മളവിടെ നിൽക്കണം. ശനിയാഴ്ച ഉച്ചക്ക് ട്രെയിനിങ് കഴിയും. ശനിയാഴ്ച ഉച്ചക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട്. പിന്നെ മക്കളെ വിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ പോണതൊക്കെ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിന് പങ്കെടുത്താലുള്ളൂ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ജോബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ എന്തായാലും ട്രെയിനിങ്ങിനൊക്കെ പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. അപ്പോൾ ജോബിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോയി വന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിന് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതെന്താ വെച്ചാൽ, നിങ്ങളെങ്ങനെയാണ് +1 +2 ഒക്കെ തുല്യത പഠിച്ചത്, എത്ര ഫീസായതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേന്. അപ്പോൾ അധികം ഫീസൊന്നും ഇല്ല കേട്ടോ. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 1600 1700 ആണ് കൊടുക്കേണ്ടത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോൾ അന്നത്തെ റേറ്റ് ആണോ ഇപ്പോൾ ഒന്നും അതും അറിയില്ല കേട്ടോ. ഇപ്പോൾ 2 വർഷമായില്ലേ. പിന്നെ നമുക്ക് എക്സാമൊക്കെ വരുമ്പം എക്സാം ഫീസ് അടക്കണം. എന്നാലും അധികമൊന്നുമില്ല കേട്ടോ. നമ്മൾ പ്രൈവറ്റായിട്ട് പഠിക്കണ പോലെയല്ല. നമ്മൾ പഞ്ചായത്തിൽ രജിസ്റ്ററൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ഒരു തുല്യത ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ സൺഡേ ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എക്സാമൊക്കെ അടുക്കുമ്പം ചിലപ്പം ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചാപ്റ്റർ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു ശനിയാഴ്ചയൊക്കെ എക്സ്ട്രാ ക്ലാസ് വെക്കും. അപ്പോൾ നിങ്ങൾ പഞ്ചായത്തിലൊന്ന് അന്വേഷിച്ചാൽ മതി. പഞ്ചായത്തിലാണ് കേട്ടോ ഇത് രജിസ്റ്റർ ചെയ്യലൊക്കെ. പിന്നെ എപ്പോഴും പോയിട്ട് രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റില്ല. അതിൻ്റേതായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ടൈമിൽ അറിയിക്കുമ്പം അങ്ങനെ പോയി രജിസ്റ്റർ ചെയ്യലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞൊക്കെ ചെയ്തിട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഇതാ ഞാൻ സ്നാക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പം എന്തെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു പൊറുതേടാണ്. അപ്പോൾ ഞാൻ പഴം കൊണ്ടൊരു സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ബൗളിലേക്ക് ഏകദേശം 1 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഴംപൊരി രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴംപൊരിൻ്റെ ടേസ്റ്റും കാര്യങ്ങളല്ല ഇതിന് വരുന്നത്. നല്ലൊരു സ്നാക്സാണ് കേട്ടോ. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും അതും വേണ്ട. അതേപോലെ മാവ് കൂട്ടി വെക്കുക ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് മാവൊക്കെ റെഡിയാക്കി വെച്ചാൽ അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്സും കൂടിയാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് തറവാട്ടത്തെ വിശേഷങ്ങളൊന്നും ഒക്കെ എന്താ ഇപ്പോൾ വീഡിയോയിൽ പറയാത്തത്, ഓരോന്നും എന്താ കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടും പോകലുണ്ട്, ഇങ്ങോട്ടും വരലുണ്ട്. അപ്പം ഉമ്മ ഇപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഓലെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇന്ന് നമുക്ക് കുടുംബശ്രീ ഉള്ള ദിവസം കൂടിയാണ്. അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതാ പഴംപൊരിക്കുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പഴംപൊരിക്ക് മാവ് റെഡിയാക്കും പോലെ തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മൈദയും പഞ്ചസാര ഇട്ട് കൊടുത്തിന്. പിന്നെ അതിലേക്ക് കുറച്ച് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കുക. വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനും വെക്കണില്ല. നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണത്. അപ്പോൾ ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പഴമൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പിന്നെ കിഴങ്ങൊക്കെ പൊരിക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സ്നാക്സ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള പഴം നല്ല പഴുത്ത പഴമാണ്. പഴുപ്പ് കുറച്ച് ഏറിയിട്ടുള്ള പഴമാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിചാരിച്ച ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കട്ടിയുള്ള പഴമൊക്കെയാണ്, അതേപോലെ തന്നെ കുറച്ച് വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ് കേട്ടത്. പഴവും മൈദയും അതേപോലെ കുറച്ച് ബ്രെഡ് ക്രംസും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ബ്രെഡ് ക്രംസൊക്കെ ഞാൻ പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഴംപൊരിക്ക് ഉണ്ടാക്കിയ മാവുണ്ടല്ലോ, ആ ഒരു മാവ് എടുത്തിട്ട് ആ ഒരു മാവിലേക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ പഴത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് കോരി എടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മാവ് കുറച്ച് ലൂസാണ് കേട്ടോ. ഇതിലേറെ കുറച്ച് ടൈറ്റായിട്ട് വേണം. മാവ് ഇതുപോലെ ലൂസായി കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുമ്പം ശരിക്കും കോട്ടായി കിട്ടില്ല.
അപ്പോൾ ഇനി ഞാൻ ഈ ഒരു മാവിലേക്ക് കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മാവ്. പിന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാര അല്ലേ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പഞ്ചസാര അലിയുമ്പം കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ അങ്ങനെ ലൂസായതേ കാരം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മാവൊക്കെ ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ടൈറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നേറെ നമ്മളെ പഴം തന്നെ നല്ലോണം പഴുപ്പ് കയറിയിട്ടുണ്ട്. ഒരു പാകത്തെ പഴുപ്പുള്ള പഴമൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ലൂസായാലും വലിയൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലോണം പഴുത്തതായതുകൊണ്ട് കുറച്ച് കുഴഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാവൊക്കെ ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പഴം ഇതിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരിയിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ആവാൻ നിന്നിട്ടില്ല. ഇത് അപ്പോൾ തന്നെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടല്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളെ പഴംപൊരിൻ്റെ ടേസ്റ്റ് അല്ല ഇട്ടതിന് നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ് കൂടെ ചേർക്കുമ്പോഴേ എന്താ പറയുക കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ളതും ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ അത് അവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ മുക്കി പൊരിക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ശാലോ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല ചൂടായ എണ്ണയ്ക്ക് ഇട്ടിട്ട് പിന്നെ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു ഭാഗം ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്നാവും കേട്ടോ, മൈദമാവല്ലേ. അതേപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കും കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വേവും. പിന്നെ പഴമല്ലേ, അങ്ങനെ കുറേ സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടത് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഞാനിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ, ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ലൂസായിട്ടാണോ ഇനി പഴം പഴുത്തതായതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കട്ട് ചെയ്യാൻ കഴിയായിട്ടാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ച ഷേപ്പിലല്ല ഇത് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് പഴം കട്ട് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളെ പഴത്തിന് പഴുപ്പ് കയറിയതുകൊണ്ടാവും കേട്ടോ അതുപോലെ കിട്ടാഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം പഴുപ്പ് പാകമുള്ള പഴം എടുത്തോളണ്ടി. പിന്നെ എന്താ ഷേപ്പിലല്ലല്ലേ കാര്യം, രുചിയിലല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ പഴമൊക്കെ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചായ കുടിക്കണതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഒന്ന് കുടുംബശ്രീ ഉണ്ടായിന്, പിന്നെ അമ്മയും ഇപ്പം നമ്മളെ അനിയത്തിക്കുട്ടിയൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഓരൊക്കെ വീഡിയോയിൽ കാണിക്കണം എന്ന് വിചാരിച്ചിനി. കുറേ ആൾക്കാരിങ്ങനെ കമൻറ്റിൽ പറയലുണ്ട്, ഇപ്പോൾ ഉമ്മാനും ഉപ്പാനൊന്നും എന്താ കാണിക്കാത്തത്, അനിയത്തിക്കുട്ടീനൊന്നും കാണിക്കാത്ത എന്താണെന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ തിരക്കായി പോയിട്ടോ ആ സമയത്ത്. അപ്പോൾ നമ്മളെ പഴം കൊണ്ടുള്ള സ്നാക്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്